കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ സുമനസ്സുകൾ ഏൽപ്പിച്ച ഭൂമി ഭൂരഹിതരായ 10 കുടുംബങ്ങൾക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃക്കടിരി ആറ്റാശ്ശേരി വാഴൂരിലുള്ള ഭൂമിയുടെ ആധാര ഭൂരേഖകൾ 14 വൈകിട്ട് 4 തൃക്കടിരി സെന്ററിൽ ചേരുന്ന ചടങ്ങിൽ ഫൗണ്ടേഷന്റെ മുഖ്യ രക്ഷാധികാരി ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ കൈമാറും. വി കെ ശ്രീകണ്ഠൻ എം പി, അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA എന്നിവർ വിശിഷ്ടാതിഥികളാകും. ചെയർമാൻ എം അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിക്കും. ജില്ലാ കോർഡിനേറ്റർ അബു ഫൈസൽ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഏരിയ രക്ഷാധികാരി ബഷീർ ഷർക്കി, ഏരിയ കോർഡിനേറ്റർ ടി നാസർ, സ്വാഗത സംഘം ചെയർമാൻ പി ഹംസ, മുൻ നഗരസഭാ കൗൺസിലർ പി അബ്ദുൽ ഗഫൂർ, മുൻ കോർഡിനേറ്റർ പി അബ്ദുൽ റഷീദ് ആറ്റാശ്ശേരി എന്നിവർ പങ്കെടുത്തു. പീപ്പിൾ ഫൗണ്ടേഷൻ കേരള 2012 സ്ഥാപിതമായ NGO ആണ്. കേരളത്തില് സാമൂഹിക സേവന ഭൂപടത്തില് ശ്രദ്ധേയമായ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് പീപ്പിൾ ഫൗണ്ടേഷൻ. എംപവർമെന്റ് ആണ് പീപ്പിൾ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. 5 മാസം മുമ്പ് വീടില്ലാത്ത, സ്ഥലമില്ലാത്ത 5 കുടുംബങ്ങൾക്ക് നമ്മൾ 5 സെന്റ് വീതം നൽകുകയും അവർക്ക് വീട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു പീപ്പിൾ ഫൗണ്ടേഷൻ. അത് എടുത്തു പറയേണ്ട ഒരു സേവനമാണ്. ഇപ്പോൾ ഈ 14-ാം തീയതി അടുത്ത ശനിയാഴ്ച നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ തൃക്കടിരിയിൽ ഒരു വാഴൂർ എന്ന് പറയുന്ന നമ്മുടെ പ്രദേശത്ത് ഒരു 10 കുടുംബങ്ങൾക്ക്, ഓരോ കുടുംബത്തിനും 5 വീതം സെന്റ് സ്ഥലം നമ്മൾ കൈമാറാണ്. അതിന്റെ ആധാരവും അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള 5 സെന്റ് വീതം നമ്മൾ നൽകുക. പീപ്പിൾ ഫൗണ്ടേഷന്റെ രക്ഷാധികാരി പി മുജീബ് റഹ്മാൻ സാഹിബാണ് പദ്ധതി ആധാരം വിതരണം നടത്തുന്നത്. ബഹുമാനനായ നമ്മുടെ MP ശ്രീകണ്ഠൻ MP അദ്ദേഹം അതിൽ പങ്കെടുക്കും. നമ്മുടെ MLA പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തൃക്കടിരി അതുപോലെ തന്നെ തൊട്ടടുത്ത പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാര്, വാർഡ് മെമ്പർമാരൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള അതിന്റെ പ്രോഗ്രാം ഈ ശനിയാഴ്ച 14-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം തൃക്കടിരി ടൗണിൽ വെച്ച് നടക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കുടിവെള്ളം കിട്ടാൻ കനിയാണ് പല പ്രദേശങ്ങളിലും. വളരെ വ്യവസ്ഥാപിതമായി ആ മേഖലയിൽ പീപ്പിൾ ഫൗണ്ടേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.